അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ രാവിൽ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ ആ പാരായണം ചെയ്യുന്ന വ്യക്തി ഹജ്ജ് ചെയ്യാതെ മരണപ്പെടുകയില്ല എന്ന് പറയാറുണ്ടല്ലോ. അതിന് ഏതെങ്കിലും ആധികാരികമായ പ്രമാണങ്ങളുണ്ടോ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പവിത്രത പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട ഹദീസുകളുണ്ട്. പക്ഷെ അവിടെയൊന്നും ദുൽഹജ്ജിന്റെ ആദ്യത്തെ രാവിലെ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ അയാൾ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയില്ല, മരണപ്പെടുകയില്ല എന്നുള്ളതിന് കൃത്യമായ രേഖകളോ പ്രമാണങ്ങളോ ഇല്ല. മാത്രമല്ല, ഇതുപോലെ ചില ദുർബലമായ റിപ്പോർട്ടുകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ബൈലാവിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ്. അൻ ഉബൈ ബിൻ കഅബ് ഖാല, ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നു എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ ഹജ്ജി ഉഅതിയ മിനൽ അജ്രി കഹജ്ജി ഹജ്ജഹ വഉംറത്തിൻ അതമറഹ ബിഅദദിൻ മൻ ഹജ്ജ വഅതമറ ഫീമാ മളാ വഫീമാ ബഖിയ. സൂറത്തുൽ ഹജ്ജ് ഒരാൾ പാരായണം ചെയ്താൽ ഇത്രയും കാലം ഹജ്ജ് നിർവഹിച്ചവരുടെയും ഇത്രയും കാലം ഉംറ നിർവഹിച്ചവരുടെയും ഇനി ഹജ്ജ് നിർവഹിക്കാനുള്ളവരുടെയും ഉംറ നിർവഹിക്കാനുള്ളവരുടെയുമായ വലിയൊരു പ്രതിഫലം, അതിന് തക്ക പ്രതിഫലം സൂറത്തുൽ ഹജ്ജ് ഓതിയവർക്ക് കിട്ടുമെന്ന് പറയുന്ന മൗലൂ ആയ റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഇതുപോലെയുള്ള മൗലൂ ആയ ദുർബലമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പല ആളുകളും പറയാറുള്ളത്. മേൽ പറഞ്ഞ റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇമാം നവവിയെ പോലെ, ഇബ്നു ഹജർ അസ്കലാനിയെ പോലെ, ഇബ്നുൽ ജൗസിയെ പോലെ, ഇമാം സുയൂത്തിയെ പോലെയുള്ളവർ പറയുന്നത് ഇത് മൗലൂ ആണ്, ദഈഫാണ്, ദുർബലമാണ്, കെട്ടിയുണ്ടാക്കിയ റിപ്പോർട്ടാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ദുർബലമായ റിപ്പോർട്ടുകളെ പറ്റിയുള്ള ചർച്ചകൾക്ക് തന്നെ പ്രസക്തിയില്ല. എന്നാൽ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. ഹദീസുകൾ കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫി അയ്യാമി അഫ്ളല മിൻഹാ ഫി ഹാദിഹി യഅനി അയ്യാമുൽ അശ്ർ. ദുൽഹജ്ജിലെ 10 ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസമുണ്ടോ? ഖാലു, അപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ വലൽ ജിഹാദ്, ജിഹാദില്ലേ നബിയെ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ തന്റെ ശരീരവും തന്റെ സമ്പത്തുമായി ജിഹാദിന് പോയി എന്നിട്ട് അദ്ദേഹം ഷഹീദായി, അഥവാ അതൊന്നും മടക്കിയെടുക്കാനാവാതെ എല്ലാം നഷ്ടപ്പെട്ട് ഷഹീദായി പോകുന്നവന് മാത്രമാണ് ഇതിന് തക്കതായ പ്രതിഫലമുള്ളത്. അഥവാ രക്തസാക്ഷിയുടെ പ്രതിഫലത്തിന് സമാനമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ അമലുകൾ എന്ന് പോലും പ്രവാചകൻ പറയുകയുണ്ടായി. അതുകൊണ്ട് ആ ദിവസങ്ങൾ ഖുർആൻ പാരായണവും ദിക്റുകളും സ്വലാത്തുകളും അതേപോലെ ഇബാദത്തുകളും വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഈ പറയപ്പെട്ട രൂപത്തിൽ ദുൽഹജ്ജിന്റെ ആദ്യത്തെ രാവിലെ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ അയാൾ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയില്ല എന്നുള്ളതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.